നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ പി.വി. അൻവർ എം.എൽ.എ അടക്കം 11 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കെ.ടി. സ്വാലിഹ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാലിഹ, പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അൻവറിന്റെ വീട്ടിലെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. PDPP ആക്ട് പ്രകാരമാണ്, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റിലേക്ക് നീങ്ങാൻ തന്നെയാണോ സാധ്യത? വിനിഷ, ഡിവൈഎസ്പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അൻവറിന്റെ ഇടവണ്ണ ഒതായിലുള്ള വീട്ടിലെത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെയാണ് പോലീസ് എത്തുന്നത്. അല്പസമയം മുമ്പാണ് ഒരു അറസ്റ്റിനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പോലീസ് പറയുന്നത് നിയമസഭയ്ക്ക് അകത്താണെങ്കിൽ സ്പീക്കറിൽ നിന്ന് അനുമതി വാങ്ങേണ്ടതുള്ളൂ, വീട്ടിലാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്ന ഒരു നിലപാട് പോലീസ് പറയുന്നുണ്ട്. ഇത് പരിശോധിച്ചു വരികയാണ്. അങ്ങനെ തന്നെയാണല്ലോ ക്രിമിനൽ നിയമപ്രകാരം നിയമസഭയ്ക്കകത്ത് നിയമസഭാ അംഗം എന്ന നിലയിൽ നിയമസഭ നടക്കുന്ന വേളയിലാണെങ്കിൽ മാത്രം സ്പീക്കറുടെ അനുമതി തേടിയാൽ മതിയല്ലോ. ഇത് അറസ്റ്റിന് ശേഷം സ്പീക്കറെ അറിയിച്ചാലും മതി എന്ന് തന്നെയല്ലേ ക്രിമിനൽ നിയമം? പോലീസ് ഇക്കാര്യങ്ങളിൽ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഡിവൈഎസ്പി ഇപ്പോൾ അൻവറിന്റെ വീടിന് അകത്താണ് ഉള്ളത്. 100ഓളം പോലീസുകാർ വീടിന് പുറത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. DMK-യുടെ പ്രവർത്തകരും അദ്ദേഹത്തിന്റെ സംഘടനയായ DMK-യുടെ പ്രവർത്തകരും വീടിന് സമീപത്ത് തടിച്ചുകൂടുന്നുണ്ട്. കണ്ടാൽ അറിയാവുന്ന 11 പേർക്കെതിരെയാണ് കേസ്. MLA ആണ്, പി.വി. അൻവർ MLA ആണ് കേസിലെ ഒന്നാം പ്രതി. കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. കഴിഞ്ഞ രാത്രിയാണ് കരുളായി ഉൾവനത്തിൽ മണി എന്ന ആദിവാസിയെ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്നത്. ഇതേ തുടർന്നുള്ള പ്രതിഷേധത്തിനിടെയാണ് DMK-യുടെ പ്രവർത്തകർ DFO ഓഫീസ് ആക്രമിക്കുന്നത്. ഓഫീസിന്റെ പൂട്ട് തകർത്ത് കസേരകളും മറ്റും തല്ലി തകർക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് എത്തിയവരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ഇതേ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഇന്ന് വൈകിട്ടോടെ തന്നെ അറസ്റ്റ് ഉണ്ടാവാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു അറസ്റ്റ് MLA പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പെട്ടെന്നാണ് വീടിന് മുന്നിൽ ആളുകളെല്ലാം പോലീസ് എത്തിയതിനു ശേഷമാണ് തടിച്ചുകൂടുന്ന സാഹചര്യം ഉണ്ടായത്. ഡിവൈഎസ്പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിനകത്ത് അദ്ദേഹവുമായി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശദമായ മൊഴി അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പുറത്ത് പോലീസിന്റെ വൻ സന്നാഹവും നിലയുറപ്പിച്ചിട്ടുണ്ട്. വിനിഷ. ശരി, കെ.ടി. സ്വാലിഹാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് പി.വി. അൻവർ MLA അടക്കം 11 പേർക്കെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, നടപടിക്രമങ്ങളിലേക്ക് കടക്കാനായി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എടവണ്ണയിൽ ഒതായിലുള്ള പി.വി. അൻവറിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നാണ് കെ.ടി. സ്വാലിഹ മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.